മധുരനഗരം. കംസന് എന്ന ക്രൂരനായ രാജാവ് ഭരിച്ചുവന്നു. അവന്റെ സഹോദരി ദേവകിയുടെ വിവാഹസമയത്ത് ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് നിന്നെ കൊല്ലും എന്ന് ഒരു അശരീരി ശബ്ദം മുഴങ്ങി. ഭയന്ന കംസൻ സഹോദരിയെന്നോ സഹോദര സ്നേഹമെന്നോ നോക്കാതെ ദേവകിയെയും അവളുടെ ഭർത്താവ് വസുദേവനെയും കാർഗൃഹത്തിൽ അടച്ചു. അവർക്കു ജനിച്ച ഓരോ കുഞ്ഞിനെയും കംസന് ക്രൂരമായി കൊന്നുവന്നു. 8ാമത്തെ കുഞ്ഞായി മഹാവിഷ്ണു അവതരിക്കേണ്ട സമയം വന്നു. അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണന് ജനിച്ചു. അപ്പോൾ ഒരു അദ്ഭുതം നടന്നു. ജയിലിലെ വാതിലുകൾ സ്വയം തുറന്നു. കാവൽക്കാര് എല്ലാവരും ആഴത്തിലുള്ള നിദ്രയിൽ ആണ്ടു. വസുദേവൻ കുഞ്ഞിനെ ഒരു കുടയിൽ വെച്ച് ശക്തമായ മഴയിലൂടെ യമുന നദി കടന്നു. ആദിശേഷൻ കുട പോലെ വിരിഞ്ഞ് കുഞ്ഞിനെ മഴയിൽ നിന്ന് കാത്തു. വസുദേവൻ ഗോകുലത്തിലെ നന്ദഗോപർ യശോദ ദമ്പതികളുടെ വീട്ടിൽ കൃഷ്ണനെ വിട്ട് അവർക്കു ജനിച്ച പെൺകുഞ്ഞിനെ മായാദേവി എടുത്തുകൊണ്ട് വീണ്ടും ജയിലിലേക്ക് മടങ്ങി. അടുത്ത ദിവസം കംസന് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുഞ്ഞ് വാനിലേക്ക് ഉയർന്നു പറഞ്ഞു, നിന്നെ കൊല്ലാൻ പോകുന്നവൻ ഇപ്പോൾ തന്നെ വളരുന്നു. അങ്ങനെ പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി. പിന്നീട് കൃഷ്ണന് വളർന്നു. കംസന് അയച്ച പൂതന് ശക്താസുരൻ പോലുള്ള അരക്കന്മാരെ നശിപ്പിച്ചു. അവസാനം കംസനെ വധിച്ച് ധർമ്മം സ്ഥാപിച്ചു.